ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് MLTക്കാരുടെ കാര്യമാണ്. നിങ്ങൾക്ക് ഒരു സുവർണാവസരം തന്നെ പറയാം. കാരണം എന്താണ്, 1-2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറി ടെക്നീഷ്യനും വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും MLTക്കാർക്ക് നമ്മൾ PSCയുടെ നോക്കുമ്പോഴത്തേക്കും കുറേ നാളായിട്ട് കണ്ടു തുടങ്ങുന്ന ഒരു ഏരിയ അല്ലേ, കണ്ടുവരുന്നത് എന്താണ്, ഒന്നില്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻറ്റ്. ഈ ഒരു 2 പോസ്റ്റാണ് MLTക്കാർക്ക് എപ്പോഴും വരുന്നത് അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം, ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ MLTയും പിന്നെ കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഉള്ള രീതിയിൽ ബേസിക്സ്, അതും കോമ്പറ്റീഷൻ വളരെ വലുതാണ്. +2 പഠിച്ച സയൻസ് പഠിച്ച എല്ലാവർക്കും എഴുതാം, ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MLT അല്ലേ, നിങ്ങൾക്കായിട്ടുള്ള ലാബ് ടെക്നീഷ്യനൊക്കെ വരുമ്പോഴത്തേക്ക് MLT കോഴ്സ് പഠിച്ചവർക്ക് അപ്പോഴും കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ വിളിച്ചേക്കുന്നത്. അതും MSc MLTക്കാർക്ക് കുറച്ച് ഹൈ സാലറി റേഞ്ചുള്ള പോസ്റ്റാണ് അല്ലേ. ഏകദേശം 1 ലക്ഷം രൂപ അത്രയും റേഞ്ച് വന്നേക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പം ഇതുപോലൊരു അവസരം ഇനി അടുത്തെങ്ങും MLTക്കാർക്ക് കിട്ടില്ല. എപ്പോഴും നിങ്ങൾ ഒന്നില്ലെങ്കിൽ ലാബ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ, അതുകൊണ്ട് തൃപ്തി അടയണം അല്ലേ. ഇനി MSc MLTക്കാർ പഠിച്ചവർക്ക് ഈ ഒരു പോസ്റ്റ്, ഈ ഒരു അവസരം കളയരുത്. എങ്ങനെയെങ്കിലും പഠിക്കുക. ആകെ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ളത് ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പിന്നെ നമ്മുടെ MLT അല്ലേ. പിന്നെ കുറച്ച് എക്സ്ട്രാ ഹെൽത്ത് സർവീസൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇത് എന്തായാലും ഒരു ചാൻസ് കളയരുത്. ഇത്രയും ഹൈ സാലറി ഉള്ളൊരു പോസ്റ്റ്, അതുപോലെ ഇത്രയും വലിയൊരു പോസ്റ്റ് ഇനി അടുത്തെങ്ങും MLTക്കാർക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. MLT പഠിച്ച ആളുകൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അതായത് MSc MLT പഠിച്ച എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ മൈക്രോബയോളജിക്കാരുടെ കാര്യം പറയേണ്ട, അവർ ഏകദേശം അല്ലേ ഭാഗ്യം ചെയ്ത ആളുകളാണെന്ന് പറയാം. കാരണം നമുക്ക് ഈ ഒരു വർഷം മൈക്രോബയോളജിസ്റ്റിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, സാനിറ്ററി കെമിസ്റ്റിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മുടെ FSOയുടെ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ JSAയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ച് അല്ലേ കുശുമ്പുണ്ടാവും. നിങ്ങൾക്ക് മൈക്രോബയോളജിക്കാരോടും PSCക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ പോസ്റ്റ് വിളിക്കുന്നുണ്ട്. പിന്നെ ബയോകെമിസ്ട്രിക്കാർക്ക് നിങ്ങൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ബയോകെമിസ്ട്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ FSO ഉണ്ടായിരുന്നു. പിന്നെ ഇതും കൂടി ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹയർ പോസ്റ്റ് വരാറുണ്ട്. മൈക്രോബയോളജിക്കാർക്കാണെങ്കിലും ബയോകെമിസ്ട്രിക്കാർക്കാണെങ്കിലും. MLTക്കാർക്ക് അങ്ങനെയല്ലല്ലോ, അവർക്ക് കുറേ നാൾ കൂടി വന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സൈപ്രോ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9048900045 വിളിക്കാം, ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.